ഹായ് ഓൾ, എളുപ്പത്തിലൊരു വെസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ചൂടായ കടായിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 5 ഏലക്ക ചതച്ചതും 5 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട, 1 ബേ ലീഫ് ചെറുതായി ചോപ്പ് ചെയ്തതും ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. 5 അല്ലി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും 5 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1/2 കപ്പ് സവാള, 1/2 കപ്പ് ഉരുളൻകിഴങ്ങ്, 1/2 കപ്പ് ക്യാരറ്റ് ഇവ ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമായി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. 1 മുറി തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്ത് മാറ്റി വയ്ക്കുക. 1 കപ്പോളം വരുന്ന 2/2 പാൽ ചേർത്ത് കൊടുത്ത് കിഴങ്ങ് നന്നായി വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് കുറുകി വരണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. 1/4 പാല് ചേർത്ത ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ചെറുതായി ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസ് കിട്ടുന്നതിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.